സാൾട്ട് ആൻഡ് കാമ്പർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കീം 2024 ഓപ്ഷൻ കൺഫർമേഷനെ പറ്റി ഉള്ള ഒരു വീഡിയോയിൽ വന്നൊരു കമൻ്റാണ്, അയ്യോ എനിക്ക് കിട്ടിയ കോളേജ് തന്നെ മതി, ആൻഡ് ഹയർ ഓപ്ഷൻസ് ഉണ്ട്, പ്രോസ്പെക്ടസ് വായിച്ചപ്പോൾ കൺഫേം ചെയ്തില്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് തൊട്ട് ഔട്ടാവും ആൻഡ് ഫസ്റ്റിൽ കിട്ടിയ കോളേജ് നിലനിൽക്കും എന്നാണ്. അപ്പോൾ കൺഫേം നെക്കണ്ട വിചാരിച്ച് ഇരിക്കുമായിരുന്നു. ഇപ്പോൾ സാറ് പറയുന്നു കൺഫേം നെക്കി ഹയർ ഡിലീറ്റ് ആക്കാൻ. ആകെ കൺഫ്യൂസ്ഡ് ആയി. അതായത് ഇവിടെ പറയുന്നത് പ്രോസ്പെക്ടസിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് തൊട്ട് ഔട്ടാവും, ഫസ്റ്റ് കിട്ടിയ കോളേജ് നിലനിൽക്കും കൺഫർമേഷൻ കൊടുത്തില്ല എങ്കിൽ. അതേസമയം ഹയർ ഓപ്ഷൻസ് ഉള്ള ഒരു കാൻഡിഡേറ്റ്, എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഹയർ ഓപ്ഷൻസ് ഉള്ള കാൻഡിഡേറ്റ് അത് ഡിലീറ്റ് ചെയ്തിട്ട് കൺഫർമേഷൻ ഒന്ന് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കാനാണ് ഞാൻ പറയുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഓപ്ഷൻ എൻട്രി എന്നുള്ള ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പോകുന്നത് കൺഫേം എന്ന ബട്ടണിലേക്കാണ്. അത് അറിയാതെ കൺഫേം ചെയ്യുന്ന ഒരുപാട് കേസുകൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അറിയാതെ കൺഫേം ചെയ്ത് പോകും. കൺഫേം ചെയ്തണോ ഇല്ലേ എന്നുള്ളത് അറിയാൻ വേറൊരു മാർഗവും ഇല്ല. അതായത് നമ്മൾ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തിയിട്ടുണ്ടോ ഇല്ലേ എന്നറിയാൻ മറ്റൊരു മാർഗവും ഇല്ല. അതുകൊണ്ട് തന്നെ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് അതിലേക്ക് പരിഗണിക്കും, സെക്കൻഡ് അലോട്ട്മെൻറ്റ് അതിലേക്ക് പരിഗണിക്കും. അങ്ങനെ ഒരു പുതിയ കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതിയൊരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് നഷ്ടപ്പെടും. ഇത് കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷവും പലർക്കും സംഭവിച്ചതാണ്. അതുകൊണ്ടാണ് ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ അത് സേവ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചോളൂ എന്ന ആ ഒരു ഏറ്റവും സേഫായിട്ടുള്ള മെത്തേഡ് പറഞ്ഞു തരുന്നത്. പ്രോസ്പെക്ടസ് പറയുന്ന പ്രകാരം ചെയ്താലും മതി, അല്ല ഇങ്ങനെ ചെയ്താലും മതി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുക. ഞാനൊരു വളരെ സുരക്ഷിതമായൊരു മാർഗം പറഞ്ഞു തരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, കഴിഞ്ഞ വർഷങ്ങളിൽ കുട്ടികൾക്ക് സംഭവിച്ച അബദ്ധം ഇനിയും സംഭവിക്കരുത് എന്നതുകൊണ്ട് മാത്രമാണ്. വീഡിയോ വാച്ചിന് നന്ദി, നമസ്കാരം.